അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ 3 ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു അല്ലേ? 3 വീഡിയോസിലായിട്ട് 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, എന്തൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്ററിൽ വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നത് എങ്ങനെ, ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നത്, ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവുന്നത് എപ്പോഴാണ്, അതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് എന്താണ്, അതായത് പൊതുവ്യത്യാസം, ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പഠിച്ചത് ആൽജിബ്രായിക് ഫോം ആണ്. ആൽജിബ്രായിക് ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പൊസിഷൻ കാണാൻ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ n കാണാൻ, nth ടേം കാണാൻ, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് കാണാനും ഫസ്റ്റ് ടേം കാണാനും എല്ലാം നമുക്ക് ആരെ യൂസ് ചെയ്യാം? ആൽജിബ്രായിക് ഫോം യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻ? xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സ്പെഷ്യൽ കേസിൽ നമുക്ക് എന്ത് വന്നു? ദാ ഈ ഒരു ഇക്വേഷൻ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ഇതിനെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തൊടാതെ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. എന്തിനാ പിന്നെ അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചത്? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2 ഇക്വേഷൻസും എന്താണ്, രണ്ടും സെയിം ആണ്, ഡിഫറെൻറ്റ് ഫോമിലാക്കി എഴുതിയെന്നുള്ളൂ. എന്തിനാണ്? ഫസ്റ്റ് തന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ xn ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി വെച്ച് ചെയ്തു. ബട്ട് ഇൻ കേസ് ഓഫ് ആൽജിബ്രായിക് ഫോമിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ളതാണ്. എന്തിനാ? നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ സീക്വൻസുകൾക്കും ഇങ്ങനെ നിരത്തി സീക്വൻസ് എഴുതുന്നതിന് പകരം അതിന് പകരം എന്ത് യൂസ് ചെയ്യാം? ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാ സീക്വൻസുകൾക്കും സിംപ്ലി ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് ആരും ഉപയോഗിച്ചിട്ടാ? ഈ പറഞ്ഞിരിക്കുന്ന ഈ കാണുന്ന ജനറൽ ഫോം ഉപയോഗിച്ചിട്ടാ. സോ ഞാൻ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാന്നുള്ള സിംപ്ലി പറയുകയാണെങ്കിൽ എന്താ, 10ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 10 മൈനസ് 6 ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് എത്രയാ? 4 ആണ്. ഡി ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. ദെൻ 15th ടേം എത്രയാണെന്നാ ചോദിക്കുന്നത്. 15th ടേം ഏതാന്നുള്ളത്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ഓഫ് ദ ടേം ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്? അങ്ങനെയും ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന ബീജഗണിത രൂപം അഥവാ ആൽജിബ്രായിക് ഫോം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 15th ടേം കാണാൻ എന്ത് ചെയ്യണം? x15 ആണ് കാണേണ്ടത്. x15 എന്ന് പറഞ്ഞാൽ എന്താ? f പ്ലസ് 15 മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? എഫ് എന്താ ഇവിടെ? എഫ് എന്ന് പറയുന്നത് 6 ആണ്. 6 പ്ലസ് 14 ഇൻറ്റു 4. 14 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 56 അല്ലേ? 56 പ്ലസ് 6 എത്രയാ? 14 ഇൻറ്റു 4. 14 പ്ലസ് 14 28. 28 ഇൻറ്റു 2 എത്രയാ? 56. 56 പ്ലസ് 6 എത്രയാ? 56 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 62 എന്നുള്ള വരും. അതായത് 15th ടേം 62 ആണെന്ന് കിട്ടി. ക്ലിയർ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തന്നിരിക്കുന്ന പദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, 10, 14 എന്ന് പറയുന്ന, അതിൽ 6ഉം 10ഉം ഞാൻ എടുത്തു. 6നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 അല്ലേ നമ്മളെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 2 ആണ് വരിക. അതുപോലെ 10നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ശിഷ്ടം 2 ആണ്. 10നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 അല്ലേ? അതെങ്ങനെ വരുന്നത്? 10/4 8 വരും. 2 എന്നുള്ളത് എന്ത് വരും? റിമൈൻഡർ വരും, ശിഷ്ടം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശിഷ്ടം കണ്ടുപിടിക്കാൻ അറിയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ബീജഗണിത രൂപം. ഓക്കെ, ഈ ബീജഗണിത രൂപം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കോംപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്താ? ഡി ഈക്വൽ ടു 4 ആണ്. എഫ് ഈക്വൽ ടു 6 ആണ്. അത് മാത്രം മതി. കാരണം നമ്മൾ ആൽജിബ്രായിക് ഫോം എഴുതുമ്പം n എന്ന് പറയുന്ന കാര്യം ലാസ്റ്റിലും n പോലെ തന്നെ നിൽക്കണം, ഒരു മാറ്റവും വരാൻ പാടില്ല. ഓക്കെ, ഇനി dn പ്ലസ് എഫ് മൈനസ് ഡി 4n പ്ലസ് 6 മൈനസ് 4 ഈക്വൽ ടു 4n plus 2. xn equal to 4n plus 2 will be the algebraic form of the given arithmetic sequence. തന്നിരിക്കുന്ന arithmetic sequenceന്റെ algebraic form എന്ന് പറയുന്നത് 4n plus 2 ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആൽജിബ്രായിക് ഫോം ഇവിടെ 3n plus 2 ആണ്. നമ്മൾ ആൽജിബ്രായിക് ഫോം കാണണ്ട, തന്നിട്ടുണ്ട് 3n plus 2 ആണെന്നുള്ളത്. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? ഫസ്റ്റ് ടേം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ xn ഈക്വൽ ടു 3n plus 2 ആണെങ്കിൽ x1 ആണ് ഫസ്റ്റ് ടേം. x1 ഈക്വൽ ടു n ഉള്ളിടത്ത് 1 ആവും. n ഉള്ളിടത്ത് 1 ആകുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ഈക്വൽ ടു 5 എന്നുള്ളത് ആൻസർ വരും. സോ നമ്മൾ ഫസ്റ്റ് ടൈം കിട്ടിയോ? ഇനി കോമൺ ഡിഫറൻസ് ആണെങ്കിലോ? കോമൺ ഡിഫറൻസ് ആണെങ്കിൽ xn ഈക്വൽ ടു 3n പ്ലസ് 2. xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി എന്നാ. ഇവിടെ വന്നിരിക്കുന്നത് എന്താ? xn ഈക്വൽ ടു
3n+2. സോ കമ്പയർ ചെയ്യുമ്പോൾ ഡിന്റെ സ്പേസിൽ ഞാൻ മഞ്ഞ കൊണ്ട് മാർക്ക് ചെയ്ത് നോക്കിക്കോ. ഡിന്റെ സ്പേസിൽ ആരാ 3 അല്ലേ ഉള്ളത്. ദെൻ കോമൺ ഡിഫറൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ d = 3 ആണെന്നുള്ളത്. d = 3 ആണെന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇനി ഈ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഈ ശ്രേണിയിലെ പദങ്ങൾ ഏതൊക്കെയാ? 5 ആണ്. 5 എന്ന് പറയുന്നതിനെ ശിഷ്ടം കാണാൻ വേണ്ടിയിട്ട് വേറെ ഇതിലേക്കും പോകണ്ട. 3n+2 3 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടെ ഉള്ള ഏത് ടൈമിനും 3n എങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കംപ്ലീറ്റ്ലി പോകും. ബാക്കി ആരാണ്ടാവുക? ഇവിടെ ബാക്കി വരുന്ന ഈ 2 എന്ന് പറയുന്ന സാധനമില്ലേ, അതായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഈ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൽജിബ്രായിക്, അതായത് അരിത്തമെറ്റിക് സീക്വൻസിലെ ആൽജിബ്രായിക് ഫോമിന്റെ മാക്സിമം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള സം എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കും. ഓക്കെ.